ഗോപികെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മ പറഞ്ഞു. വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഋഷി നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാനായില്ല. നീ ഇപ്പൊ ഋഷിയുടെ ഭാര്യ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ നിന്റെ ജാതകത്തിലെ ദോഷം അത് തള്ളിക്കളയാനോ മറക്കാനോ സാധിക്കില്ലല്ലോ. പേടിയാണ് നിന്നെ അവനെ ഒരുമിച്ച് കാണുമ്പോ അവന്റെ ആയുസിനെ കുറിച്ചുള്ള എന്റെ പേടി കൂടിക്കൂടി വരിക. അല്ല, ജാതകദോഷത്തിന് നിന്നെ പഴിച്ചിട്ട് കാര്യമില്ല, അത് വിധിയാ. പക്ഷേ നീ വിചാരിച്ച ആ ദോഷം ഋഷിയെ ബാധിക്കാതെ തടയാം. ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറഞ്ഞാൽ മതി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. പക്ഷേ കൂടുതൽ അപകടം പറ്റാതെ നീ ശ്രദ്ധിക്കണം. ഒരമ്മയുടെയോ അമ്മായിയമ്മയുടെയോ സ്ഥാനത്തുനിന്ന് പറയാൻ പാടുള്ളതല്ല. എന്നാ പറയാതെ നിർവാഹമില്ല മോളെ. എന്തു തന്നെയായാലും അമ്മ പറയണം. പറയാം. നിന്റെ ജാതകത്തിലെ ദോഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണുന്നതുവരെ നീയും ഋഷിയും തമ്മിൽ അടുക്കരുത്. ഞാൻ പറയുന്നതിന്റെ പൊരുൾ ഗോപിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എങ്കിൽ സത്യം ചെയ്യൂ. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന്. സത്യം ചെയ്യൂ ഗോപിക. ഋഷിയും തമ്മില് ഒരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുക. നിന്റെ ജാതകദോഷത്തിന് പരിഹാരം കാണും വരെ ഈ വാക്ക് നീ മാറ്റരുത്.
അഞ്ജിതെ കാണാനില്ല. അഞ്ജിതെ കാണാനില്ലെന്ന്. കാണുന്നിരുന്നു. എന്താ ആന്റി? അവളെ കാണുന്നില്ല. അഞ്ജിതെ കാണുന്നില്ല. അവൾ ഇവിടെ പോവാനായി രാത്രിയില് അവൾ മുറിക്കാതെ തന്നെ കാണും. ഇല്ല, അവൾ അവിടെ ഇല്ല. ഞാൻ അവളുടെ മുറിയിൽ നോക്കി, കുളിമുറിയിൽ നോക്കി, ഇവിടെ മൊത്തവും നോക്കി. അവളെ കാണുന്നില്ല. ആന്റി, അവള് മുറിയടിച്ച് അതിനകത്തിരിക്കുവായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. മുത്തശ്ശൻ വന്നാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിനിപ്പോ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? ഒന്ന് നോക്കട്ടെ, വാ മുത്തശ്ശ. അയ്യോ, ഞാൻ കുറച്ചുമ്പ് വന്ന് നോക്കിയപ്പോഴും മുറി അടഞ്ഞു തന്നെ കിടക്കുമായിരുന്നു. ഇതിനിടയിൽ എപ്പോഴാ അവള്? ഈ വീട്ടിൽ ഇനി അവളെ തിരയാൻ ഒരിടവും ബാക്കിയില്ല. അവൾ ഇവിടെ എങ്ങും ഇല്ല. നമ്മുടെ ആരുടെയും കണ്ണിൽ പെടാതെ അവൾ ഇവിടെ എങ്ങോട്ടോ പോയി. എന്താ മോള്? മുത്തശ്ശ, മുത്തശ്ശ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്താ? ആരെങ്കിലും ഒന്ന് പറ, എന്താ? വായിച്ചു നോക്ക്. അയ്യോ, എന്റെ മോള്, എന്റെ മോള്, അയ്യോ എന്റെ മോള്, അയ്യോ എന്റെ മോള് ഇതെവിടെ പോയി ദൈവമേ? അയ്യോ എന്റെ മോള്, അഞ്ചു എന്റെ മോള്, അയ്യോ എന്റെ ദൈവമേ എന്റെ മോള്. ഹലോ മോളെ. ആ പറയ്. എന്തായി? ഞാനിവിടെ ബീച്ചിലെത്തിയിട്ടുണ്ട്. എന്താ ഇവിടെ? ഇവിടുന്ന് വാലിന് തീ പിടിച്ച പോലെ അനീഷും ദേവികയും ചേർന്ന് നിന്നെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. അതെ, അധികം നേരെ ഈ കടപ്പുറത്ത് തനിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എന്തായാലും വേഗം വേണം. ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ വിളിച്ചോളാം. ശരി.
ആന്റി അഞ്ജിത വന്നോ? ഇല്ല മോളെ, അവള് വന്നില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്തായി? അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഒരു വിവരവും കിട്ടുന്നില്ല. അയ്യോ, അങ്ങനെ അവിടെ എവിടെയും തിരക്കിയിട്ട് കാര്യമില്ല മോളെ. അവള് വല്ല കടുങ്കയും ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും പോയിരിക്കുന്നത്. നിങ്ങൾ അടുത്തുള്ള റെയിൽവേ ട്രാക്കിലോ ബീച്ചിലെങ്ങാനും ചെന്ന് അന്വേഷിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ മോളുടെ ശവമായിരിക്കും കാണാൻ പോകുന്നത്. അയ്യോ അയ്യോ, എന്റെ മോളെ അഞ്ജിത, നീ അമ്മയെ വിട്ടു പോവല്ലേ. അയ്യോ എന്റെ മോളെ. അയ്യോ ആന്റി, എന്താ ഇത്? ആന്റി കരയല്ലേ? ആന്റി ഫോൺ വെക്കേ. ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിളിക്കാം. ആന്റി ടെൻഷൻ ആവാതിരിക്കേ. അമ്മ എന്താ പറഞ്ഞേ? ആന്റി ഫുൾ ടെൻഷനില്ല. റെയിൽവേ ട്രാക്കിലോ ബീച്ചിലോ തരാൻ. നീ കേറ്. ശ്രുതി ഇതിങ്ങനെ എടുത്തേ. എന്റെ സിദ്ധുവേട്ടാ, ഏട്ടൻ ഇങ്ങനെ തുടങ്ങിയ നാളെ രാത്രി ആയാലും ഞാൻ ഇത് അലങ്കരിച്ച് തീരില്ല കേട്ടോ. ഈ പൂ ഞാൻ എടുത്തോട്ടെ. അതൊക്കെ വിട്ടേ ചേട്ടാ, എനിക്ക് നല്ല ദേഷ്യം വരുവേ. ഇതൊക്കെ ഞാൻ വെച്ചോളാം. ഏട്ടനൊന്ന് വെറുതെ ഇരുന്നേ. അപ്പൊ ഏട്ടാ, ഈ സിദ്ധുവേട്ടനൊന്ന് പിടിച്ചേ. എന്താ സിദ്ധു? സ്മൃതി അത് ചെയ്തോളാം. സിദ്ധു വന്നേ. ചേച്ചി ഇവിടെ നിപ്പുണ്ടായിരുന്നോ? കണ്ടില്ലേ എങ്ങനെയുണ്ട് മണിയറ? ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കൂ അല്ലേ സിദ്ധേട്ടാ? ഞാനാണെങ്കി ഇതിലും സൂപ്പർ ആക്കിയനെ. ഈ കൊരകി സമ്മതിച്ചില്ല. ശരി ശരി, സമ്മതിച്ചു. ബാ നമുക്ക് പോവാം. സിദ്ധേട്ടന് ഉറങ്ങണ്ടേ? ബാ എന്നാ ഞങ്ങൾ ചെല്ലട്ടെ ചേച്ചി. ബാ. ഗുഡ് നൈറ്റ്. നിന്റെ ജാതകത്തിലെ ദോഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണുന്നത് വരെ നീയും ഋഷിയും തമ്മിൽ അടുക്കരുത്. ഗോപിത, പാല് റെഡി. ഇതൊന്നും ചെയ്തു തരാൻ ഇവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി പാല് കാച്ചെടുത്തു. ഏതായാലും ആചാരങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തണ്ട. സ്മൃതി ഗംഭീരാക്കിയിട്ടുണ്ടല്ലോ. പാവം, അവളെങ്കിലും കൂടെ നിൽക്കുന്നുണ്ടല്ലോ. താനത്തോടെ അനക്കമറ്റ പോലെ നിൽക്കുന്നത് എന്തുപറ്റി? വാ, വന്നിരുന്നേ. വാ, ആ ഇവിടെ വന്നിരിക്കേ. വാ, വാടോ.
ഏതായാലും ഇനി വൈകിപ്പിക്കണ്ട. നമ്മുടെ ആദ്യ രാത്രി നമുക്ക് തുടങ്ങിക്കളയാം. പാതി ഞാനും പാതി താനും കുടിക്കണമെന്നാണല്ലോ പ്രമാണം. കുടിച്ചു. വാങ്ങടോ. എന്ത് പറ്റിയടോ? നേരത്തെ നല്ല റൊമാൻറ്റിക് മൂഡിലായിരുന്നല്ലോ. ഇപ്പോൾ ആ റൊമാൻറ്റിക് മൂഡൊക്കെ അങ്ങ് പോയോ? പിടിക്കടോ. വേണ്ട വേണ്ട ഋഷി. എന്താടോ? എന്താ ഇത്? വാട്ട്സ് റോങ് വിത്ത് യു? എന്താ ഒരു മൂഡ് ഓഫ് ഒക്കെ? ഋഷിയുടെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. അതൊക്കെ വിട്. അമ്മ എന്തെങ്കിലും പറഞ്ഞ കാര്യമാക്കണ്ട. അറിയാലോ സിറ്റുവേഷൻ. ഇത് ഋഷി കേൾക്കണം. ഋഷി കൂടി അറിയേണ്ട കാര്യം ഇത്. അല്ല, അമ്മ എന്താ പറഞ്ഞു? നിന്റെ ജാതകത്തിലെ ദോഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണുന്നത് വരെ നീയും ഋഷിയും തമ്മിൽ അടുക്കരുത്. അമ്മയ്ക്ക് ഞാൻ അങ്ങനെ ഒരു സത്യം ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് എനിക്കത് പാലിക്കണം ഋഷി. എടോ, താൻ എന്താ ഈ പറയുന്നത്? തനിക്ക് ജാതകദോഷം ഉണ്ടെന്ന് കരുതിയല്ലേ അമ്മ തന്നോട് സത്യം വാങ്ങിയത്? യഥാർത്ഥത്തിൽ തനിക്ക് അങ്ങനെ ഒരു ദോഷമില്ലല്ലോ. വാസ്തവം എന്താണെന്ന് നമുക്കറിയാലോ. ആ സ്ഥിതിക്ക് അമ്മയ്ക്ക് കൊടുത്ത സത്യം തെറ്റിച്ചാലും സാരമില്ല. ഋഷി, ഗോപിക, ഈ 4 ചുമരുകൾക്കുള്ളിൽ നമ്മൾ എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും പുറത്താരും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് അമ്മയും ഇവിടെയുള്ളവരെയും ബോധ്യപ്പെടുത്തിയാൽ പോരെ? അതിനു പുറമെ നമുക്ക് എല്ലാവരുടെ മുന്നിൽ അകലം പാലിക്കുകയും ചെയ്യാം, പ്രത്യേകിച്ച് അമ്മയുടെ മുന്നിൽ. അല്ല ഋഷി, അത് അമ്മ. താനിത് കുടിച്ചേ. കുടിക്കണോ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എന്താ അമ്മ കാര്യം? മോനെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നേ. ഇപ്പൊ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അമ്മ കാര്യം പറ. ഞാൻ കുറച്ചു മുമ്പ് ഓർത്തത്, മണ്ഡലക്കാലം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ നീ 41 ദിവസം വ്രതം എടുത്ത് മല ചവിട്ടണം. അല്ല അമ്മ, ഞാൻ ഏയ്, എതിർത്തൊന്നും പറയാൻ നിൽക്കണ്ട. ഇതെന്റെ നേർച്ചയാ, ഈശ്വര കാര്യം. ഇതിന് തടസ്സം പറയാൻ ശ്രമിക്കുന്നത് പാപമാ. നിന്റെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്നുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത അമ്മ ഇങ്ങനെ ഒരു നേർച്ച നേർന്നത്. തലയാട്ടിയ പോരാ, നാളെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചു മാലയിട്ട് വ്രതം തുടങ്ങണം. നാളെ തന്നെ തുടങ്ങണോ അമ്മേ? വേണം, നാളെ തന്നെ വ്രതം തുടങ്ങണം. നാളെ വ്രതം തുടങ്ങുന്നതുകൊണ്ട് ഇന്നു മുതൽ നീ ഈ മുറി കിടക്കാൻ പാടില്ല. പിന്നെ നീ സിദ്ധുവിന്റെ മുറിയിലേക്ക് ചെല്ല്. ഇന്നു മുതൽ നിന്റെ കിടപ്പ് അവിടെ മതി. ചെല്ല്. അമ്മേ, ഗോപിക, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. നാളെ മുതൽ ഇവന് വ്രതോ. നീ ശ്രദ്ധിക്കണം.
നീ വാതിലടച്ചു കിടന്നു. എടാ, നീ സിദ്ധുവിന്റെ മുറിയിലേക്ക് ചെല്ല്. അല്ലമ്മേ, വരാനാ പറഞ്ഞേ. വരാൻ.